ഹായ് ഹലോ ഇറ്റ്സ് മീ ലക്ഷ്മി. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് സൗദിയിൽ നഴ്സസിന് ആവശ്യമായിട്ടുള്ള എക്സാമിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ആക്ച്വലി ഇവിടെ പ്രൊമട്രിക് എക്സാമാണ് വേണ്ടത്. ഇത് 2 ഇയർ ഉണ്ട്. 2 ഇയർ കഴിഞ്ഞ് നമ്മൾ വീണ്ടും റിന്യൂ ചെയ്ത് നമുക്ക് CMA അവേഴ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ റിന്യൂ ചെയ്യുവാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ HR തന്നെ നമുക്ക് റിന്യൂ ചെയ്ത് തരും. പക്ഷേ പേയ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ GNM ആണെങ്കിൽ അതിന് ടെക്നീഷ്യൻ എന്നും BSc-കാരാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലിസ്റ്റ് എന്നും അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ക്വസ്റ്റ്യൻസിലും ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ മാക്സിമം നാട്ടിൽ നിന്ന് എഴുതിയിട്ട് വരുന്നതായിരിക്കും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത്. കാരണം നാട്ടിലത്തതും ഇവിടുത്തെ എക്സാമും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് എഴുതി കഴിഞ്ഞ സ്റ്റാഫുമാർ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ അവർ അനാട്ടമിക്കൽ ബേസ് ആയിരിക്കും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളത്. ഇവിടെ വന്നിട്ട് കമ്മ്യൂണിറ്റി ബേസും ഗൈനക്കും സൈക്യാട്രിക്കും എല്ലാം ഒരു മിക്സഡ് ക്വസ്റ്റ്യനുമാണ്. അതുമല്ല അതിൻ്റെ ആൻസേഴ്സ് ഇപ്പോൾ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 4ഉം നമുക്ക് ഡിഫറെൻ്റ് ആണ്. 4ഉം ആൻസറായിട്ട് വരാം എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരണ എക്സാമാണ് എന്നാണ് എഴുതി കഴിഞ്ഞ സ്റ്റാഫ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മിക്കവാറും ഏജൻസിക്കാരായാലും കമ്പനിക്കാരായാലും നമുക്ക് നാട്ടിലെ പ്രോസസ്സിംഗ് ഒക്കെ അവർ പെട്ടെന്ന് ചെയ്ത് തന്നിട്ട് പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് എക്സാം എഴുതിയിട്ട് വരാനുള്ള സമയമില്ല, അവിടെ ചെന്നിട്ട് എഴുതാം എന്നുള്ള രീതിക്കാണ് കയറ്റി നമ്മളെ ഇങ്ങോട്ട് വിടാറുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എക്സാം എഴുതുമ്പം ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. പിന്നെ നമ്മൾ ഈ വർക്കിംഗ് അവേഴ്സിനുള്ളിൽ തന്നെയാണ് ഈ പഠിത്തവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകേണ്ടത്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഉള്ള കാര്യമാണ്. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാമിന് 3 ചാൻസ് അവർ തരും. ഫസ്റ്റ് ഫെയിൽ ആയ സെക്കൻഡ് ഫെയിൽ ആയ തേർഡ്, അങ്ങനെയാണ്. പിന്നെ ആ തേർഡ് ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആഫ്റ്റർ 1 ഇയർ എന്നാണ് നമുക്ക് വീണ്ടും എക്സാം എഴുതാൻ പറ്റുന്നുള്ളത്. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് എക്സാം എഴുതി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്തെന്ന് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ്സിങ്ങും കാര്യങ്ങളായിട്ട് ഇവിടെ വന്നാൽ